ദൈവദൂതനായി മന്ത്രി ടി സിദ്ദിഖ്. ഇന്ന് രാവിലെ ഒരാൾ ബേക്കറി ജംഗ്ഷനിൽ വെച്ച് ഗുരുതരമായ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് മന്ത്രി ടി സിദ്ദിഖ് കണ്ടു. അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ പോവുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരമൊരു അപകടം തൻ്റെ കൺമുന്നിൽ കാണുന്നത്. ഉടൻ തന്നെ മന്ത്രി അവിടെ വാഹനം നിർത്തി ഈ പരിക്കേറ്റയാളെ എഴുന്നേൽപ്പിച്ചു, വിശദാംശങ്ങൾ ചോദിച്ചു. എന്ന് മാത്രമല്ല, ആ പരിക്കേറ്റ് വീണ് കിടന്ന ആളെ എല്ലാവിധ വൈദ്യസഹായവും എത്തിക്കാനുള്ള പ്രാഥമിക നടപടികൾ നടത്തിയതിനു ശേഷം അദ്ദേഹം ആ അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിലേക്ക് വിടാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി. അദ്ദേഹം ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മന്ത്രി സിദ്ദിഖ് അവിടെ നിന്ന് പോയത്. അങ്ങനെ മന്ത്രി ഇന്ന് ഒരാളുടെ ദൈവദൂതനായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ വേണം ജനപ്രതിനിധികളായാൽ പ്രതികരിക്കേണ്ടത്. നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നിലൂടെ കുതിച്ചു പായുന്ന മന്ത്രിമാരെയാണ്. ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ രക്ഷിക്കുന്ന ദൈവദൂതന്മാരായിട്ടുള്ള മന്ത്രിമാരെയും ജനപ്രതിനിധികളെയുമാണ് നമുക്ക് വേണ്ടത്. ഹോസ്പിറ്റലോട് പോകുമ്പോ നമ്മുടെ വണ്ടിയിൽ ഗുളിക ഹോസ്പിറ്റലോട് പോകും. സൈഡാക്കി നോക്കോ. നിങ്ങൾ കൊണ്ടുപോവോ? ചേട്ടാ ഹോസ്പിറ്റൽ പോകണമെങ്കിൽ നമ്മുടെ വണ്ടിയിലൊക്കെ പോവാം. ആംബുലൻസ് എത്തുള്ളൂ മോനെ. ആംബുലൻസ് എടുത്തു കേട്ടോ. നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്ത് ഇവരെ നമ്മുടെ പ്രതിനിധികളാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ സേവിക്കാൻ ബാധ്യസ്ഥരാണ്. അത്തരമൊരു ഉത്തരവാദിത്വ ബോധം പലർക്കും ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് പല മന്ത്രിമാർക്കും അഹന്ത കയറുന്നത്. പക്ഷേ ഇവിടെ ടി സിദ്ദിഖിന് അത്തരമൊരു അഹന്ത ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു, ഞാൻ ജനങ്ങളുടെ സേവകനാണ് എന്നുള്ള ബോധ്യത്താലാണ് മന്ത്രി അവിടെ വാഹനം നിർത്തി ഈ വാഹന അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രി എത്തിക്കും വരെ അവിടെ നിന്നുകൊണ്ട് എല്ലാത്തിനും നേതൃത്വം നൽകി. അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി കാഴ്ചവെച്ചത്. ഇത്തരം പ്രവർത്തനങ്ങളായിരിക്കണം ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അല്ലാതെ സൈറൻ ഇട്ടുകൊണ്ട് ജനങ്ങളെ തുരത്തി ഓടിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന വാഹന വൃന്ദങ്ങളെയല്ല ജനങ്ങൾ മന്ത്രിമാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. സിദ്ദിഖിനെ പോലെ ഇത്തരം മനുഷ്യത്വം കാണിച്ച മന്ത്രിമാർ മുൻപും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. KN ബാലഗോപാലാണ് അതിന് ഉദാഹരണം. കഴിഞ്ഞ മന്ത്രിസഭയിൽ 2025 നവംബർ 20 സിദ്ദിഖിനെ പോലെ ഒരാളുടെ ദൈവദൂതനായി അന്നത്തെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ പ്രത്യക്ഷപ്പെട്ടത്. കടപ്പക്കട റെയിൽവേ സ്റ്റേഷന് സമീപം ഒരാൾ ഗുരുതരമായി അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോൾ അദ്ദേഹം അവിടെ തൻ്റെ വാഹനം നിർത്തി. സിദ്ദിഖ് ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തെ പരിക്കേറ്റ് കിടന്നയാളെ ആശുപത്രി എത്തിച്ച ശേഷമാണ് KN ബാലഗോപാൽ അവിടെ നിന്ന് മടങ്ങിയത്. അദ്ദേഹം LDF യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം, കൊല്ലത്ത് നടന്ന LDF യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരുമ്പോഴാണ് ഒരാൾ അപകടത്തിൽപ്പെട്ട് സമാനമായ നിലയിൽ അവിടെ കിടന്നത്. ഉടൻ തന്നെ മന്ത്രി ബാലഗോപാൽ അവിടെ ഇറങ്ങുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വൈദ്യസഹായവും ഉറപ്പാക്കിയതിനു ശേഷമാണ് അന്നത്തെ മന്ത്രി ബാലഗോപാൽ അവിടെ നിന്ന് പോയത്. സമാനമായ നിലയിലാണ് ഇന്ന് സിദ്ദിഖ് പെരുമാറിയത്. ഇങ്ങനെയായിരിക്കണം അന്ന് മന്ത്രി ബാലഗോപാൽ പെരുമാറിയത് പോലെ ആയിരിക്കണം ഇന്ന് ടി സിദ്ദിഖ് പെരുമാറിയത് പോലെ ആയിരിക്കണം ജനപ്രതിനിധികൾ എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം നമ്മൾ അവരെ വോട്ടുകുത്തി ജയിപ്പിച്ചു വിടുന്നത് നമ്മുടെ സേവകരാകാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പലരും കാണിക്കുന്ന ഒരു സ്വഭാവം, ഒരു അഹന്ത, MLA മാർ മുതൽ ചില പഞ്ചായത്ത് മെമ്പർമാർക്ക് പോലും അഹന്തയുണ്ടാകും. ഞങ്ങൾ ജനങ്ങളുടെ മേലുള്ള ആൾക്കാരാണ്, ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നുള്ള അഹന്ത. അതുകൊണ്ട് തന്നെ പലർക്കും ഈ കസേര
കിട്ടുമ്പോഴേക്കും മാനുഷിക മൂല്യം എന്ന് പറയുന്ന ആ ഒരു ധാർമ്മികത നഷ്ടമാകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൽ നിന്ന് വിഭിന്നരാണ് ഈ പറയുന്ന KN ബാലഗോപാലും ടി സിദ്ദിഖിന് കാണിച്ചത് മാതൃകാപരമായിട്ടുള്ള ദൈവദൂതനായി ആ അപകടത്തിൽപ്പെട്ടയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. മന്ത്രിമാരായാൽ ഇങ്ങനെ വേണം. അങ്ങനെയാണ് ഇന്ന് ടി സിദ്ദിഖ് മാതൃകാപരമായി ഇടപെട്ടത്. മാത്രമല്ല, ഇവിടെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയുടെ മാധ്യമ റൂമിൽ അവിടെ വെച്ചിട്ടൊരു മാധ്യമ സമ്മേളനം നടത്തുകയുണ്ടായി. കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ അടുത്ത് നിർത്തിയാണ് അദ്ദേഹം മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ശ്രീറാം വെങ്കിട്ടരാമനെ അറിയാമല്ലോ. അദ്ദേഹം KM ബഷീർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ കൊലക്കേസിൽ അദ്ദേഹം വാഹനമിടിച്ച് KM ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അന്ന് മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമന് സിദ്ദിഖിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അത്തരമൊരു നാണക്കേടിൽ ആ സിദ്ദിഖ് നിന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്തിനായിരുന്നു സിദ്ദിഖ് ശ്രീറാം വെങ്കിട്ടരാമനെ ഒപ്പമിരുത്തിയത്, ഈ കൊലക്കേസ് പ്രതിയെ ഒപ്പമിരുത്തിയത് എന്നായിരുന്നു അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിന് കൃത്യമായ മറുപടി സിദ്ദിഖിനുണ്ടായിരുന്നില്ല. അങ്ങനെ സിദ്ദിഖിൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത് എന്നുകൂടി പറയണം. അദ്ദേഹം അത് ബോധപൂർവം ചെയ്തതല്ല. അദ്ദേഹത്തിൻ്റെ മാനുഷികമായിട്ടുള്ള ആ ഒരു വശമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സിദ്ദിഖ് അല്ലാതെ ശ്രീറാം വെങ്കിട്ടരാമനെ ഇരുത്തി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തൻ്റെ ഇമേജ് പോയി, അതുകൊണ്ട് രക്ഷിച്ചു കളയാം എന്ന് ചിന്തിച്ചല്ല ഇന്നത്തെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാനുഷികമായിട്ടുള്ള ഒരു മൂല്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബേക്കറി ജംഗ്ഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് കിടന്നയാളെ രക്ഷപ്പെടുത്തി അയാളെ ചികിത്സ ഉറപ്പാക്കി അതിനുശേഷം മാത്രമാണ് അദ്ദേഹം പിന്നീട് യാത്ര തുടർന്നത്. ഇത്തരത്തിലായിരിക്കണം മന്ത്രിമാരുടെ ഇടപെടൽ. കഴിഞ്ഞ പിണറായി സർക്കാർ മന്ത്രിസഭയിൽ 2 മന്ത്രിമാർ പക്ഷേ ഈ മനുഷ്യത്വം കാണിച്ചില്ല എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും. മന്ത്രി വി ശിവൻകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം 2023 ജൂലൈയിൽ കൊട്ടാരക്കരയിൽ വെച്ച് ആണ് ഒരു അപകടം ഉണ്ടായത്. കൊട്ടാരക്കരയിൽ അന്നത്തെ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസിലിടിച്ച് 5 പേർക്കാണ് പരിക്കേറ്റത്. ആ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നില്ല. കാരണം മന്ത്രി വന്നത് തെറ്റായ ദിശയിൽ കൂടിയായിരുന്നു, റോഡിന്റെ തെറ്റായ റോങ് സൈഡിൽ കൂടിയായിരുന്നു മന്ത്രി വന്നത്. അങ്ങനെ മന്ത്രി വന്നപ്പോൾ ആ പൈലറ്റ് വാഹനം ഇടിച്ച് ഒരു ആംബുലൻസ് ഇടിച്ച് അതിലുണ്ടായിരുന്ന 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ നിന്ന് കേസെടുക്കാത്തത് വലിയ വിവാദമായിരുന്നു. പിന്നീട് പരിക്കേറ്റ രോഗിയുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടിയൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല. മന്ത്രിയുടെ വാഹനവും പൈലറ്റ് വാഹനവും വന്നത് തെറ്റായ ദിശയിലൂടെയാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് പോലീസ് ഉഴപ്പിവിടുകയാണ് ചെയ്തത്. മന്ത്രിയെ പ്രതിയാക്കാനോ അല്ലെങ്കിൽ പൈലറ്റ് വാഹനത്തിൽപ്പെട്ടവരെ പ്രതിയാക്കാനോ പോലീസ് കൂട്ടാക്കിയില്ല. മന്ത്രി വി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസിലിടിച്ച് 5 പേർക്കാണ് പരിക്കേറ്റത്. ഭക്ഷണത്തിൽ നിന്ന് അലർജി ഉണ്ടായ രോഗിയുമായി നെടുമ്പൻകാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ വരുന്ന വഴി പുലമൻ ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. കോട്ടയം ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി എന്ന് വന്നത്. അദ്ദേഹത്തിൻ്റെ പൈലറ്റ് വാഹനം ആംബുലൻസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ നെടുമന സ്വദേശി നിതിൻ, ഓടനാവട്ടം സ്വദേശി അശ്വിൻ കുമാർ, ഭാര്യ ദേവകി, ബന്ധു ഉഷാകുമാരി, ശൂർനാട് സ്റ്റേഷനിൽ, അതായത് മന്ത്രിക്ക് അകമ്പടി സേവിച്ച ശൂർനാട് സ്റ്റേഷനിലെ പോലീസ് ജീപ്പ് ഓടിച്ച CPO ബിജുലാൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അതിൽ ദേവികയുടെ പരിക്ക് ഗുരുതരമായിരുന്നു. അവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ആ പരാതിയിൽ മന്ത്രി ശിവൻകുട്ടിയെ മാതൃകാപരമായി ശിക്ഷിക്കാനോ അദ്ദേഹത്തിനെതിരായിട്ട് കേസുമായി മുന്നോട്ട് പോകാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണം. മറ്റൊരു മന്ത്രിയുടെ ധിക്കാരത്തിന് ഉദാഹരണം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനമിടിച്ച് ഒരു സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. നെയ്യാർ സ്വദേശിയായിട്ടുള്ള ശശിധരനാണ് പരിക്കേറ്റത്. ശശിധരന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടായ ഉടൻ മന്ത്രി പൈലറ്റ് വാഹനത്തിലെ പോലീസുകാർ ശശിധരനെ തച്ചോട്ടുകാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പിന്നീട് ശശിധരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് തിരുവനന്തപുരത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് മന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടത്. തച്ചോട്ടുകാവ് മഞ്ചാടി റോഡിൽ ഇതേ ദിശയിൽ ശശിധരൻ സഞ്ചരിക്കുകയായിരുന്ന ആക്റ്റീവ സ്കൂട്ടറിലാണ് മന്ത്രിയുടെ വാഹനം വന്ന് ഇടിച്ചത്. ഇത്തരത്തിൽ മന്ത്രിയുടെ വാഹനങ്ങൾ രണ്ട്
2 മന്ത്രിമാരുടെ വാഹനങ്ങൾ ഇടിച്ച് ഈ നിരപരാധികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതാണ് നമുക്ക് മുന്നിലുള്ള ഉദാഹരണം. മറ്റൊരു ഉദാഹരണം, 2ാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതാണ്. കൊല്ലം ചിതറയിൽ മന്ത്രിയും കുടുംബാംഗങ്ങളുമായി സഞ്ചരിച്ച വാഹനം പോസ്റ്റിൽ ഇടിച്ചു. അവിടെ കൂടി നിന്ന് ഏതാനും പേർക്ക് നിസ്സാരമായ പരിക്ക് ഏറ്റിരുന്നുള്ളൂ. മന്ത്രിക്കോ ഒപ്പമുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾക്കോ ഒന്നും തന്നെ പരിക്കേറ്റിരുന്നില്ല. ഏതായാലും ഇത്തരം ചില ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. 2 പേർ, ടി സിദ്ദിഖും KN ബാലഗോപാലും ദൈവദൂതരായിട്ടാണ് ഈ അപകടത്തിൽപ്പെട്ടവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ മുൻ മന്ത്രിമാരായിട്ടുള്ള വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും അത്തരത്തിലല്ല അവരെ കാണേണ്ടത്. അവരുടെ വാഹനമിടിച്ച് നിരപരാധികൾ പരിക്കേറ്റ് റോഡിൽ കിടന്നപ്പോൾ അവർ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ, മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ നിന്നും എത്രയോ വിഭിന്നരാണ് ഈ പറയുന്ന ടി സിദ്ദിഖും നമ്മുടെ മുൻമന്ത്രിയായിരുന്ന KN ബാലഗോപാലും. ഏതായാലും ടി സിദ്ദിഖിന്റെ മേൽ കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമനെ ഒപ്പം ഇരുത്തി ഉള്ള ആ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മേലുണ്ടായിട്ടുള്ള ആ മോശം ഇമേജ് ഇന്ന് അദ്ദേഹത്തിന് സ്വമേധയാ മാറി. ഒരുപക്ഷെ ദൈവവിശ്വാസികളാണെങ്കിൽ പറയും ദൈവം അദ്ദേഹത്തിന് കൊടുത്തൊരു അവസരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഇടപെടലാണ് സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇങ്ങനെയാവണം മന്ത്രിമാർ, ഇങ്ങനെയായിരിക്കണം ജനപ്രതിനിധികൾ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.